മാർക്കറ്റ് ലിക്വിഡിറ്റിയും ലിക്വിഡിറ്റി ഗ്രാബിങ്ങും നമുക്കൊരു ചെറിയ എക്സാമ്പിളോട് പഠിച്ചാൽ നമുക്കൊരു രണ്ട് എക്സാമ്പിൾ എടുക്കാം. മുതലാളിയും രമണനും രണ്ടുപേരും മാർക്കറ്റിലുള്ള ആൾക്കാരാണ്. രമണനും കൂട്ടുകാരും മാർക്കറ്റിൽ പോയിട്ട് 10 രൂപയുടെ ലേസിന്റെ കുറച്ച് പാക്കറ്റുകൾ മേടിച്ചു. മുതലാളിക്കാണെന്നുണ്ടെങ്കിൽ ലേസിന്റെ 10,000 പാക്കറ്റ് വേണം. പക്ഷെ പുള്ളി ഒറ്റയടിക്ക് പോയി വാങ്ങാനായിട്ട് നോക്കിക്കഴിഞ്ഞാല് കടയുടെ ഉടമസ്ഥൻ എന്ത് കൊടുക്കും? വലിയൊരു ഡിമാൻഡ് കണ്ടിട്ട് 10 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് വിൽക്കും. അപ്പൊ മുതലാളിക്ക് അതിന് വലിയ നഷ്ടമല്ലേ? അതുകൊണ്ട് തന്നെ മുതലാളി എന്ത് കൊടുക്കും? അയാളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കുറച്ച് ലേസിന്റെ പാക്കേജസ് അയാൾ മാർക്കറ്റിൽ 7 രൂപ എന്ന രീതിയിൽ കൊടുക്കാനായിട്ട് തുടങ്ങും. രമണനും കൂട്ടുകാരും പെട്ടെന്ന് 7 രൂപയ്ക്കകത്ത് ഈ മാർക്കറ്റിൽ ഈ ലേസ് പോകുന്നത് കണ്ടുകൊണ്ട് നഷ്ടം വരണ്ട എന്ന് ആലോചിച്ചിട്ട് ഈ ലേസിന്റെ പാക്കേജസ് അവരും 7 രൂപയ്ക്ക് വിൽക്കാനായിട്ട് തുടങ്ങും. അപ്പൊ മുതലാളി പെട്ടെന്ന് എന്ത് കൊടുക്കും? അയാൾ 7 രൂപയ്ക്ക് ഈ 10,000 പാക്കേജസും അയാൾ വാങ്ങിക്കും. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന എന്താണ്? 7 രൂപയ്ക്ക് അയാൾക്ക് സാധനവും കിട്ടി. ഇപ്പൊ പാക്കേജസിന്റെ വില 20 രൂപയായി. ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ലേസിന്റെ പാക്കേജസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓർഡേഴ്സ് കിടക്കുന്നത്, അതായത് ബൈ അല്ലെങ്കിൽ സെൽ ഓർഡേഴ്സ് കിടക്കുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നതും ഈ കാണുന്ന ലിക്വിഡിറ്റിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് ഗ്രാബ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബിംഗ് എന്ന് നമ്മൾ പറയും. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനെയാണ് നമ്മൾ പലപ്പോഴും ലിക്വിഡിറ്റി ഗ്രാബിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഓർഡർ ആണ് ഈ സ്റ്റോപ്പ് ലോസുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ലിക്വിഡിറ്റി എന്താണ്? ഈ ഒരു കാണുന്ന സ്റ്റോപ്പ് ലോസുകളെ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റിന് പോകേണ്ട രീതിയിലോട്ട് പോകുന്നതിനാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബിംഗ് എന്ന് നമ്മൾ പറയുന്നത്. എവിടെയാണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ലിക്വിഡിറ്റി ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതും ലിക്വിഡിറ്റി ട്രെൻഡ് റിവേഴ്സൽ എന്താണ്, ലിക്വിഡിറ്റി ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് മോർ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.